നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോൾ 1202 ആണ്ട്, അതായത് 2026 ഓഗസ്റ്റ് മാസം 17 തൊട്ട് തുടങ്ങി ഒരു വർഷക്കാലം നമുക്ക് പുതുവർഷമാണ്. മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ളവർ ജനുവരി മാസം പുതുവർഷമായിട്ട് ആഘോഷിക്കും. എങ്കിലും ജ്യോതിഷ വർഷമായിട്ട് മേടം 1 തൊട്ട് വിഷു തൊട്ട് മീനം വരെ ആഘോഷിക്കും. പക്ഷേ മലയാളികളുടെ പുതുവർഷം ചിങ്ങം 1 തൊട്ട് കർക്കിടകം വരെയാണ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും, ഓരോ രാശിയിലുള്ളവർക്കും ആ പുതുവർഷത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ട് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കണേ. നല്ലതും ചീത്തയും എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു ജീവിതയാത്രയിലാണ്. ജീവിതയാത്രയിൽ ബെസ്റ്റ് റോഡും അല്ലെങ്കിൽ ചീത്ത റോഡും കട്ടർ റോഡും ഹൈവേയും സൂപ്പർ ഹൈവേയും ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചിലപ്പോൾ ബെസ്റ്റ് റോഡും സൂപ്പർ ഹൈവേയും ഒക്കെ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. കൂടുതലും നമുക്ക് ഇട റോഡുകളായിരിക്കും കിട്ടുക. എന്ന് പറഞ്ഞതുപോലെ ഓരോ രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ധനുരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ധനുരാശിയിൽപ്പെടുന്ന മൂലം, അതുപോലെ പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഇങ്ങനെ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു രാശി. അപ്പോൾ ശരിക്ക് ധനുരാശിക്കാർക്ക് പുതുവർഷം അത്ര കണ്ട് സന്തോഷപ്രദമല്ല. 2 കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രഹങ്ങളിൽ വച്ച് ഗ്രഹങ്ങളെല്ലാം എനർജിയാണ്. അത് പോസിറ്റീവും നെഗറ്റീവായിട്ട് എനർജി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകൻ കുറച്ച് തടസ്സവും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ വരുത്തുന്നവനാണ് കണ്ടകൻ. പ്രപഞ്ച ഗുരുവായ വ്യാഴം 8ലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. ഈ 2 കാരണങ്ങൾ നമ്മളെ ഈ രാശിക്കാരെ പലപ്പോഴും ബാക്കിലോട്ട് പിടിക്കും. നമുക്കിപ്പോൾ ഈ രാശിയിലുള്ളവർക്ക് ജാതകപ്രകാരം നല്ല സമയമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു 50% ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. എന്നാലും 50% ബാധിക്കും. അതുകൊണ്ട് ഈ രാശിയിലുള്ളവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, തടസ്സം എല്ലാ കാര്യങ്ങൾക്കും വരും. അപ്പോൾ തടസ്സം ഉണ്ടാവുമെന്ന് കണ്ട് തന്നെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ തടസ്സം കണ്ട് പിന്മാറിപ്പോവും. അങ്ങനെ പോവരുത്. തടസ്സം ഉണ്ടാവും എന്ന് കണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതേപോലെ മറ്റൊന്ന്, ഇപ്പോൾ തടസ്സം ഉണ്ടാവും എന്ന് കണ്ട് പോകണം. മറ്റൊന്ന്, ധന ആധിപത്യം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. വ്യാഴമാണ് പ്രപഞ്ച ഗുരുവായ വ്യാഴം എന്ന് പറയുമ്പോൾ ധനം ഒരു പ്രധാന ഘടകമാണ്, ഐശ്വര്യം. ധനത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹമായ വ്യാഴം അഷ്ടമരാശിയിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്, 8ലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. അഷ്ടമത്തിലെ വ്യാഴം കഷ്ടനഷ്ടങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ കഷ്ടവും കൊടുക്കും, നഷ്ടവും കൊടുക്കും. സാമ്പത്തിക നഷ്ടം, രോഗാദി ദുരിതങ്ങൾ, അതുപോലെ അലച്ചിൽ, അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. ഇപ്പോൾ തടസ്സം മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അതുപോലെ വ്യാഴം മറഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. അപ്പോൾ പലതരത്തിൽ പ്രശ്നങ്ങൾ, നെഗറ്റീവ് എനർജി കൂടും, നമ്മളെ ബാക്കിലോട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ പല ബുദ്ധിമുട്ടുകൾ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കും, മാനസിക ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടും,
പലതരത്തിൽ നമ്മൾ അവഹേളിക്കപ്പെടും. അപ്പോൾ അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നത് ഒരു ഷോർട്ട് പീരീഡിലെ ഫലമാണ്. അപ്പോൾ അതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായി ഒന്നുമേ ഇല്ല. എന്ത് ദോഷത്തെയും നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാം. അതിന് ദൈവാധീനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ച് കൊണ്ടുപോകുക. ഒരു വലിയ എനർജിയാണ് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുക എന്ന് പറയണേ. ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്നത് പോലെ വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. യൂണിവേഴ്സൽ എനർജിയൊക്കെ ഉണ്ട്. അത് പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കും. അത് വായു ആവട്ടെ, സൂര്യപ്രകാശമാവട്ടെ, ഇതൊക്കെ നമുക്ക് പ്രപഞ്ചം തന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ചോദിക്കില്ലെങ്കിൽ തരും. പക്ഷെ അല്ലാത്ത എനർജി നമ്മൾ തന്നെ സ്വീകരിച്ചേ പറ്റുള്ളൂ. ആ എനർജി എടുക്കുമ്പോൾ ഇതിനെ അതിജീവിച്ച് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥന കൂട്ടണം, ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളിൽ. അത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് പോയാൽ ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ലൈവ് പ്രോഗ്രാം ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. ആ ലൈവ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ, യഥാസമയത്ത് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയാലേ ആ ലൈവ് കിട്ടത്ത. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ലൈവ് നിങ്ങൾക്ക് സമയത്ത് ലൈവിൽ കയറാൻ പറ്റാതെ വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈവിലൂടെ പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റാതെ വരും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം നമ്മളെപ്പോലെ കഷ്ടപ്പാട് മറ്റൊരാളിനെ വരാതെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.